പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിൽ വസിക്കുന്നില്ല. സങ്കീർത്തനം 34:5 ദാവീദ് പറയുന്നു, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുക ഇല്ല. ഇപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി മാറും. എന്നാൽ നാം പലപ്പോഴും യേശുവിലേക്ക് നോക്കാതെ നമ്മുടെ പ്രതിസന്ധികളിലേക്കും ദുഃഖദുരിതങ്ങളിലേക്കും വേദനകളിലേക്കും നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇരുളടഞ്ഞതായി നമുക്ക് തോന്നും. നമ്മുടെ ജീവിതം അപ്രകാരം ഇരുളടഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിൽ, നിരാശ നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നാം യേശുവിൽ നിന്ന് അകലെയാണ് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഹൃദയവും എല്ലാം യേശുവിലേക്കും യേശുവിൻ്റെ വചനങ്ങളിലേക്കും തിരിക്കണം. സങ്കീർത്തനം 119:130 തിരുവചനം പറയുന്നു, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. 1 പത്രോസ് 5:6 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിന് നമ്മെ പൂർണ്ണമായും സമർപ്പിക്കാം. നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായ ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കാം. അപ്പോൾ നമുക്കും സങ്കീർത്തനങ്ങളെ പോലെ നമുക്കും പാടാൻ കഴിയും, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.